കഴിഞ്ഞ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉദ്ദേശിച്ച പെട്ടിയല്ലായിരുന്നു അതെന്ന്. അപ്പോൾ അന്ന് ഉദ്ദേശിച്ചൊരു പെട്ടി കാണുമല്ലോ, ആ പെട്ടിയാണ് ഈ പെട്ടി. എനിവേ അന്നത്തെ പെട്ടിയിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതിയേ. എനിവേ ഇന്നത്തെ പെട്ടിയിലുള്ളത് 364 റുപ്പീസിന് 364 ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജേണൽ കിറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ജേണലിങ് ചെയ്തിട്ടില്ല. അല്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കണത്. എനിവേ ഞാൻ ആദ്യം കാണിച്ച ബ്ലൂ കളർ ബുക്ക് മാർക്കിൻ്റെ സെറ്റ് ഇതിൻ്റെ കൂടെ വന്ന എക്സ്ട്രാ ഗിഫ്റ്റാണ്. ഇത്രയും പ്രോഡക്ട്സിൻ്റെ പുറത്താണ് ഒരു എക്സ്ട്രാ ഗിഫ്റ്റ്. അവർക്ക് ഇതെങ്ങനെ മുതലാവണമോ എന്തോ. വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസി ബോക്സിൻ്റെ അകത്താണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ഇവയൊക്കെ ക്രാഫ്റ്റ് ബ്രാൻഡൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഇത്. ആദ്യം തന്നെ ഒരു ചെറിയ ജേണലിംഗ് ബുക്കാണ്. പ്ലെയിൻ പേപ്പേഴ്സും ലൈൻഡ് പേപ്പേഴ്സും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. സൈസ് ചെറുതാണെങ്കിലും ഇഷ്ടം പോലെ പേപ്പേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. നെക്സ്റ്റ് വന്നത് ലെറ്റർ കവേഴ്സാണ്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടും അടിപൊളി പിൻട്രസ്റ്റി വൈബിലുള്ളതായിരുന്നു. അത്യാവശ്യം കട്ടിയുള്ള പേപ്പേഴ്സ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല ജേണലിംഗ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്ര ക്വാളിറ്റി ഒന്നും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ല. പൊതുവേ ക്രാഫ്റ്റ് സപ്ലൈൻസിലൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പം അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ചീപ്പ് റേറ്റിന് നമ്മൾ ഇത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ആ കാണിച്ച മെമ്മോ പാഡിൻ്റെ അകത്ത് വന്നിട്ടുള്ള പേപ്പേഴ്സാണ് ഇത്. നല്ല ഈസ്തറ്റിക് ആൻഡ് വിൻറ്റേജ് വൈബിലാണ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് പേപ്പേഴ്സാണ്. എല്ലാ ടൈപ്പ് ഓഫ് പേപ്പേഴ്സും ഒരു 10ൽ കൂടുതൽ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. ശരിക്ക് എണ്ണേണ്ടതായിരുന്നു, ഞാനതൊന്നും എണ്ണിയിട്ടില്ല. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് പേപ്പേഴ്സാണ്. ഈ വക ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. പക്ഷെ മുന്നേ ഞാൻ ഇങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം എന്തായാലും ആവശ്യത്തിലധികം സമയമുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പാക്കറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് ആൻഡ് കാർഡ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന കുറേ സ്റ്റിക്കേഴ്സിനൊക്കെ ഒരു ബേക്കിങ്ങിൻ്റെ തീമായിരുന്നു ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൗണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിൽ ഇഷ്ടംപോലെ കാർഡ്സ് അതിൻ്റെ അകത്തുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നേ. 2 വാഷി ടൈപ്സാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒന്ന് കംപ്ലീറ്റ് സെയിം പ്രിൻ്റുള്ളതും ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകൾ വരുന്ന ഒരു വാഷി ടൈപ്പായിരുന്നു. ഇപ്പോഴത്തെ അഫോർഡബിൾ റേറ്റിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളിൽ വരുന്ന ജേണൽ കിറ്റ്സ് മീഷോയിൽ അവൈലബിൾ ആണ്. ഇത് വേറൊരു സ്റ്റിക്കറിൻ്റെ ഷീറ്റാണ്. ഇതുപോലെ കോഡ്സ് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റ്സും അതിൻ്റെ അകത്തുണ്ട്. റൗണ്ട്, സ്ക്വയർ, പ്രിൻ്റ് ഉള്ളത്, പ്രിൻ്റ് ഇല്ലാത്ത, പ്ലെയിൻ കളേർഡൊക്കെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. ഇതും കുറച്ച് സ്റ്റിക്കേഴ്സ് ആൻഡ് കാർഡ്സ് ആണ്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുണ്ട് എന്ന് ഞാൻ ഇതിനിടയ്ക്ക് ഒരുപാട് തവണ പറഞ്ഞു. സംഭവം ശരിക്കും നല്ല രസമുള്ളതുകൊണ്ടാണ്. ഈ ഒരെണ്ണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാർഡ്. ഇത് 1 to 20 വരെയുള്ള നമ്പർ സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലുള്ള പേപ്പേഴ്സിന് എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേപ്പേഴ്സാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിൽ ഇതിൽ ഒരുപാട് പേപ്പേഴ്സ് ഇങ്ങനത്തെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ജേണൽ കിറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ ഗിഫ്റ്റും.